പ്രിയ ഭക്തജനങ്ങളെ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. പതിവില്ലാത്ത രീതിയിൽ ഇന്ന് ഒരു വലിയ പേമാരിയുടെ പശ്ചാത്തലത്തിലാണ് 7-ാം ദിവസം ശ്രീരാമാവതാരത്തിൻ്റെ അന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ ആരാധ്യയായിട്ടുള്ള നേതാവ് ശശികല ടീച്ചർ സംസാരിച്ചിരുന്നു. ഇതിനു മുൻപ് ഓരോ അവതാരങ്ങളെയും സംബന്ധിച്ച് നമ്മളോട് പ്രമുഖരായിട്ടുള്ള ഓരോ വ്യക്തികൾ സംസാരിച്ചു. ഇന്ന് 7-ാമത്തെ ദിവസം ശ്രീരാമാവതാരമാണ് നമ്മുടെ വിഷയം. ശ്രീരാമാവതാരം കളഭച്ചാർത്തിൻ്റെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവതാരങ്ങളിൽ പൂർണ്ണനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലേക്ക് എത്തിയത് രാമൻ്റെ അവതാരത്തിലാണ്. പരശുരാമാവതാരം ഇന്നലെ നമ്മൾ സംസാരിച്ച് കാണും. മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ, അല്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റി പറഞ്ഞാൽ ഈശ്വരൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു മനുഷ്യനായിരുന്നു രാമൻ എന്നുള്ളതാണ്. അതുകൊണ്ട് രാമാവതാരത്തെക്കുറിച്ച് പറയുന്നത് ഒരു പൂർണ്ണാവതാരം എന്ന നിലയ്ക്കാണ്. വാൽമീകി രാമനെ കുറിച്ച് എഴുതുമ്പോൾ നാരദൻ്റെ ശുപാർശയനുസരിച്ച്, നാരദൻ്റെ ഉപദേശമനുസരിച്ചിട്ടാണ് വാൽമീകി രാമായണം രചിക്കുന്നത്. നമുക്ക് കഥകളിലൂടെ നമുക്കത് കേട്ടിട്ടുണ്ട്. അപ്പോൾ വാൽമീകി നാരദനോട് ചോദിക്കുന്നത്, എനിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങൾക്കും മാതൃകയായി, ഭാവിയിൽ അവർക്ക് മുഴുവൻ ഒരു റോൾ മോഡലായി സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അറിയാമോ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നാരദര് ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന സ്വഭാവക്കാരനാണ്. 14 ലോകങ്ങളിലും സഞ്ചരിച്ച് അതിൻ്റെ അനുഭവജ്ഞാനമുള്ള ആളാണ് നാരദൻ. അപ്പോൾ നാരദൻ ഈ 14 ലോകങ്ങളും സഞ്ചരിച്ച് നേടിയെടുത്ത ആ അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, സർവഗുണസമ്പന്നനായ ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ വാൽമീകി പറയുന്നു, സർവഗുണസമ്പന്നൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ആരാണ് ഉത്തമനായ പുരുഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. വാൽമീകി രാമായണം വായിച്ചിട്ടുള്ളവർക്ക് അതറിയാം. തുടക്കത്തിലെ ശ്ലോകങ്ങളിൽ അത് മുഴുവൻ വാൽമീകി ആവശ്യപ്പെടുന്ന കുറേ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എണ്ണി നോക്കുമ്പോൾ ഒരു 16-17 ഗുണങ്ങൾ കാണും. ദയ, സത്യസന്ധത, ദീനാനുകമ്പ, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ചേർന്നിട്ടുള്ള ഒരു 16-17 ഗുണങ്ങൾ. ഇത് വാൽമീകി പറയുകയാണ് നാരദനോട്, ഇത്രയും ഗുണങ്ങളുള്ള ഒരു മനുഷ്യനുണ്ടോ ഭൂമിയിൽ എന്ന് ചോദിക്കുകയാണ്. നാരദൻ പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന ആൾക്ക് നിങ്ങൾ ഈ പറയുന്ന ഇത്രയും ഗുണങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എണ്ണി നോക്കി. ഈ വാൽമീകി രാമായണത്തിൽ നാരദൻ രാമന് ഏതൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറയുമ്പോൾ 33-34 ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തി, അതാണ് രാമൻ എന്ന് പറഞ്ഞിട്ടാണ് രാമനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വാൽമീകി ആവശ്യപ്പെട്ടതിനേക്കാൾ ഇരട്ടിയിലേറെ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെയാണ് നാരദൻ വാൽമീകിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശ്രീരാമനെ കുറിച്ച്. അങ്ങനെയുള്ള രാമന്റെ കഥയാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണമായിട്ട് എഴുതുന്നത്. നമ്മൾ രാമായണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലാണ് കൃത്യമായിട്ട് രാമനെ ഒരു ഈശ്വരൻ്റെ അവതാരമായിട്ട് പറയുന്നത്. ഈശ്വരൻ്റെ അവതാരം, എഴുത്തച്ഛന് രാമൻ ഈശ്വരനാണ്. പൂർണ്ണമായും
വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി എന്നുള്ള നിലയ്ക്കല്ലാതെ രാമനെ എഴുത്തച്ഛൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അധ്യാത്മരാമായണം വായിക്കുമ്പോൾ രാമനെക്കുറിച്ച് വർണ്ണിക്കുന്നത് മലയാള ഭാഷയിൽ ഇന്ന് ആരും ഉപയോഗിക്കാത്ത പദാവലികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. എഴുത്തച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ രാമനെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് ഈ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. അതായത് ഭാഷയുടെ എല്ലാ ഉപമകളും ഉപയോഗിച്ചുകൊണ്ട് രാമനെ വർണ്ണിക്കാൻ എനിക്ക് തോന്നണം എന്ന് ഭഗവാനോട് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ മുമ്പിൽ രാമൻ പൂർണ്ണമായും അവതാര പുരുഷനാണ്. പക്ഷെ വാൽമീകി രാമനെക്കുറിച്ച് പറയുന്നത് അവതാരമൂർത്തിയോ ഈശ്വരനോ ആയിട്ടല്ല, തികഞ്ഞ മനുഷ്യനായിട്ടാണ്. വാൽമീകിക്ക് ശ്രീരാമൻ ഒരു മനുഷ്യനാണ്, പക്ഷേ വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് ആ മനുഷ്യൻ ഈശ്വരൻ്റെ എല്ലാ ഗുണങ്ങളും ചേർന്ന മനുഷ്യനാണ് എന്നാണ്. സർവഗുണസമ്പന്നനാണ്. അത് ഒരു പടി കൂടി കടന്നിട്ട് വാൽമീകി പറയുന്നുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടില്ലേ, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ് എന്നാണ്. ധർമ്മത്തിന്റെ മൂർത്തിയാണ് രാമൻ, ധർമ്മത്തിന്റെ അവതാരമാണ് രാമൻ. രാമൻ വിഗ്രഹവൽക്കരിക്കുന്നത് ഏതിനെയാണ്? ധർമ്മത്തെയാണ്. അപ്പൊ നമ്മൾ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ധർമ്മം? ഇവിടെ ഇതിനു മുൻപ് സംസാരിച്ചവർ ഒരു പക്ഷേ പ്രതിപാദിച്ചു പോയിട്ടുള്ളതാകാം. പക്ഷേ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ് എന്ന് പറയുമ്പോൾ ധർമ്മം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്നു, ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് പറയുന്നു, ആർഷധർമ്മത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്, വിശേഷണങ്ങളായിട്ട് കേൾക്കാറുണ്ട്. എന്താണ് സനാതന ധർമ്മം? രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണെന്ന് പറയുമ്പോൾ ഈ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കണ്ടേ. ഇപ്പോഴാണെങ്കിൽ ഈ സനാതനധർമ്മം നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട് താനും. സനാതനധർമ്മം അത് ഡെങ്കിയാണ്, കൊറോണയാണ്, അതുകൊണ്ട് ഇതിനെ നശിപ്പിച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന ചില ആളുകൾ ചുറ്റും നിൽക്കുമ്പോൾ എന്താണ് ഈ സനാതനധർമ്മത്തിന്റെ പ്രശ്നം എന്താണ്? അപ്പോൾ സനാതനധർമ്മത്തെ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സനാതനധർമ്മത്തിന്റെ മൂർത്തിയായ രാമനെ നശിപ്പിക്കണം. അങ്ങനെയാണല്ലോ അതിന്റെ പോക്ക്. കാരണം രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ്. ഈ സനാതനധർമ്മം തന്നെ കുഴപ്പമാണെങ്കിൽ രാമനും കുഴപ്പമാണ് എന്നാണല്ലോ അതിന്റെ സമവാക്യമായിട്ട് വരിക. അപ്പൊ എന്താണ് ഈ സനാതനധർമ്മം? സനാതനധർമ്മം എന്നുള്ളത് ധർമ്മത്തിന്റെ വിശേഷണമാണ്. ശരിക്കും സനാതനം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ വിശേഷണമാണ്. ഏത് ധർമ്മത്തിന്റെ? ഹൈന്ദവ ധർമ്മത്തിന്റെ വിശേഷണമാണ്. വിശേഷണം അർത്ഥമാക്കുന്നത് എന്താണ്? വിശേഷണം അർത്ഥമാക്കുന്നത് അനശ്വരമാണ് എന്നുള്ളതാണ്, നശിക്കാത്തത്. നശിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് സനാതനം എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അധുനാധുനം, പുരാതനം, അധുനാധുനം. അധുനാധുനം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയത്. പുരാതനം എന്ന് പറഞ്ഞാൽ എന്താ? പഴയത്. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? എക്കാലത്തും നിലനിൽക്കുന്നത്. എക്കാലത്തും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നശിക്കാത്തത്. എക്കാലത്തും നിലനിൽക്കുന്നു വെച്ചാൽ നശിക്കാത്തത്. അപ്പോ അധുനാധുനം, പുരാതനം എന്ന വിശേഷണം പോലെ തന്നെ ഇപ്പൊ ഈ ആറന്മുള ക്ഷേത്രം പുരാതന ക്ഷേത്രമാണ് എന്ന് വെച്ചാൽ എന്താ? പഴയ ക്ഷേത്രമാണ്, ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ ധർമ്മത്തിന്റെ വിശേഷണമായിട്ടാണ് നമ്മൾ സനാതനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവ ധർമ്മമാണ്. അപ്പൊ ആ ഹൈന്ദവ ധർമ്മത്തിന്റെ വിശേഷത എന്താണ്? രാമൻ ഈ ധർമ്മത്തിന്റെ മൂർത്തിയാണ് എന്ന് പറയുമ്പോൾ ഈ ഹൈന്ദവ ധർമ്മം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ധർമ്മം? ധർമ്മത്തിന് പണ്ഡിതന്മാർ ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വിശേഷണങ്ങൾ. ധർമ്മോ ധാരയതി പ്രജ ഒരു വിശേഷണമാണ്. ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു വിഗ്രഹമാണ് അല്ലെങ്കിൽ വിശേഷണമാണ്. പ്രജകളെ ചേർത്ത് നിർത്തുന്നത്. പ്രജകൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സമൂഹത്തെ, പ്രപഞ്ചത്തെ എന്നൊക്കെ നമുക്ക് അർത്ഥമാക്കാം. അപ്പൊ ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നത്, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മോ ധാരയതി പ്രജ. ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രജകളെ ധരിക്കുന്നത്, ഒരുമിച്ച് നിർത്തുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളെ ഒന്നിപ്പിക്കുന്നത് എന്തോ അത് ധർമ്മം.
ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് നമ്മൾ വേറൊരു വിശേഷണം കേട്ടിട്ടുണ്ട്. എന്താ? ആരാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത്, ധർമ്മം അവരെ രക്ഷിക്കും എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ധർമ്മത്തിന്റെ വിശേഷണമാണ്. അപ്പൊ ധർമ്മം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് നിലനിൽക്കാൻ വേണ്ടത് എന്താണോ അത് എല്ലാം ധർമ്മമാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിന്, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് എന്തൊക്കെ വേണമോ അതൊക്കെ ധർമ്മമാണ്. പ്രപഞ്ചത്തെ തകർക്കുന്നത്, പ്രപഞ്ചത്തെ വിഘടിപ്പിക്കുന്നത്, പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നത് അതൊക്കെ അധർമ്മമാണ്. അപ്പോൾ രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ട എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ രാമനിലുണ്ട് എന്നർത്ഥം. ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ ധർമ്മം, ഞാൻ ഒരു ധർമ്മനിഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്, സമൂഹത്തിന്റെ നിലനിൽപ്പിന്, സമൂഹത്തിന്റെ പുരോഗതിക്ക് ഞാൻ അനുഷ്ഠിക്കേണ്ട മൂല്യങ്ങൾ, അതാണ് ധർമ്മം. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഭാര്യയോട് അനുഷ്ഠിക്കേണ്ട ധർമ്മമുണ്ട്. അത് പതിധർമ്മം എന്നുള്ള നിലയ്ക്ക്. പത്നി ഭർത്താവിനോട് അനുഷ്ഠിക്കേണ്ട ധർമ്മമുണ്ട്, പത്നി ധർമ്മം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നു. മക്കള് അച്ഛനോട് അനുഷ്ഠിക്കേണ്ട ധർമ്മമുണ്ട്. എന്താ? പുത്രധർമ്മം. എന്താണ് മക്കൾ അച്ഛനോട് അനുഷ്ഠിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നിപ്പോൾ അതിനൊക്കെ ശോഷണം വന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അത് അധർമ്മമാണെന്ന് അർത്ഥം. അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് അധർമ്മമാണ്. ഇനി അച്ഛൻ മക്കളോട് അനുഷ്ഠിക്കേണ്ട ധർമ്മമുണ്ട്, അത് പിതൃധർമ്മം. അപ്പോൾ ഓരോരുത്തരുടെയും അവനവന്റെ, നമ്മളെല്ലാ അവകാശങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത് അല്ലേ? എനിക്ക് എൻ്റെ അവകാശം, അച്ഛൻ്റെ അവകാശത്തെക്കുറിച്ച്, അതായത് മക്കൾ എന്നെ പോറ്റാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ്, അത് അവകാശമാണ്. പക്ഷേ ഈ അവകാശത്തെക്കുറിച്ച് പറയാൻ ഇടവരരുത് എന്നാണ്. ധർമ്മം ഓരോരുത്തരും അനുഷ്ഠിച്ചാൽ എന്ത് സംഭവിക്കും? എല്ലാവരുടെയും അവകാശം സംരക്ഷിക്കപ്പെടും. മക്കള് അച്ഛനോടുള്ള ധർമ്മം നിർവഹിച്ചാൽ അച്ഛൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടും. അച്ഛൻ മക്കളോടുള്ള ധർമ്മം നിർവഹിച്ചാൽ മക്കളുടെ അവകാശം സംരക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ പുതിയ കാലത്ത് സംഘർഷാത്മകമായ മുദ്രാവാക്യങ്ങൾ വയ്ക്കും. അവകാശം, ഞങ്ങളുടെ അവകാശം, തൊഴിലാളി അവകാശം, കർഷകരുടെ അവകാശം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ അവകാശങ്ങളെ കുറിച്ച് പറയേണ്ടി വരുന്നത് എപ്പോഴാ? ഓരോരുത്തരും അവരുടെ ധർമ്മം നിർവഹിക്കാതെ വരുമ്പോഴാണ്. ഗവൺമെന്റ് പ്രജകളോടുള്ള, ജനങ്ങളോടുള്ള ധർമ്മം നിർവഹിക്കാതെ വരുമ്പോൾ ജനങ്ങൾ അവരുടെ അവകാശത്തെക്കുറിച്ച് പറയും. ജനങ്ങൾ സർക്കാരിനോടുള്ള അവരുടെ ധർമ്മം നിർവഹിക്കാതെ വരുമ്പോൾ സർക്കാർ പ്രതിസന്ധിയിലാവും. അപ്പൊ ഇത് പരസ്പര പൂരകമാണ്, വൺ വേ ട്രാഫിക് അല്ല. ഓരോരുത്തരും അവരവരുടെ ധർമ്മം നിർവഹിച്ചാൽ എല്ലാവരുടെയും ധർമ്മം നിർവഹിക്കപ്പെടും എന്നാണ്. ഞാനിത് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതൻ, ഒരു സ്കോളർ, H.G. വെൽസ് എന്ന് പറയുന്ന ആൾ, ഒരു വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്, പണ്ഡിതനാണ്. അദ്ദേഹം മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് മഹാത്മാഗാന്ധിജിയോട് ഒരു ചോദ്യാവലി തയ്യാറാക്കി അയച്ചു. അതിലൊരു ചോദ്യം, വാട്ട് ആർ ദി റൈറ്റ്സ് ഓഫ് എ മാൻ എന്നായിരുന്നു. മനുഷ്യന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു ചോദ്യം. മനുഷ്യന്റെ, പൗരന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഗാന്ധിജി അതിന് മറുപടിയായിട്ട് എഴുതി, മാൻ ഹാസ് നോ റൈറ്റ്സ് ബട്ട് ഓൺലി ഡ്യൂട്ടീസ്. മനുഷ്യന് അവകാശങ്ങളില്ല, പിന്നെ അവനെന്താ ഉള്ളത്? അവന് കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഓരോരുത്തരും, മുതലാളി തൊഴിലാളിയോടുള്ള കർത്തവ്യം നിർവഹിച്ചാൽ തൊഴിലാളിക്ക് അവകാശത്തെക്കുറിച്ച് പറയേണ്ടി വരുമോ? വരില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും അവരുടെ കർത്തവ്യം നിർവഹിച്ചാൽ, പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനയിൽ അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന അത്രയും കർശനമായിട്ട് ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നില്ല. അത് ഭരണഘടനയുടെ ഈ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഭരണഘടന കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ ഭരണഘടന
ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നിർദ്ദേശക തത്വങ്ങൾ. ആ നിർദ്ദേശക തത്വങ്ങൾ കർത്തവ്യങ്ങളെ സംബന്ധിച്ചാണ്. ആ കർത്തവ്യം പാലിക്കണം എന്ന് നിർദ്ദേശിക്കുന്നേ ഉള്ളൂ, ആജ്ഞാപിക്കുന്നില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ പീനലൈസ് ചെയ്യപ്പെടുന്നില്ല, ശിക്ഷിക്കപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ഭരണഘടന കർത്തവ്യമായി പറയുന്നത് അത് ചെയ്തില്ലെങ്കിൽ അതൊരു കുറ്റമായിട്ട് കണക്കാക്കില്ല, അതിന് ശിക്ഷയില്ല. യഥാർത്ഥത്തിൽ തലതിരിഞ്ഞൊരു പരിപാടിയാണത്, അല്ലേ? നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാവണം, അല്ലെങ്കിൽ അത് കുറ്റമാകുമ്പോൾ മാത്രമേ നമ്മളെ ഓരോരുത്തരും അവരുടെ കർത്തവ്യം നിർവഹിക്കപ്പെടും എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ, സനാതന ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ ബദ്ധശ്രദ്ധനാവുക എന്നുള്ളതാണ്, അവകാശങ്ങളെക്കുറിച്ചല്ല. അതുകൊണ്ടാണ് രാമൻ തൻ്റെ മുൻപിൽ ആ രാജ്യം മുഴുവൻ നിൽക്കുമ്പോൾ, എല്ലാ അവകാശത്തോടും കൂടി രാജ്യം നിൽക്കുമ്പോൾ, നേരം പുലർന്ന് വെളുക്കാറാകുമ്പോൾ ഈ അയോധ്യ രാജ്യത്തിന്റെ യുവരാജാവായി താൻ വാഴിക്കപ്പെടുമെന്ന സന്ദർഭത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ രാമൻ പുത്രധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലേ? രാമൻ അവിടെ അവകാശത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എങ്കിലും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ രാമായണം തന്നെ ഉണ്ടാകുമായിരുന്നോ? രാമായണത്തിന് വാൽമീകിക്ക് രാമൻ എന്നൊരു കഥാപാത്രത്തെ കിട്ടുമായിരുന്നോ? ഇല്ല. കാരണം രാമൻ അവിടെ ധർമ്മത്തെക്കുറിച്ച്, അതായത് തൻ്റെ കർത്തവ്യം എന്താണ് എന്ന് ചിന്തിച്ചു, അവകാശത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. രാമന്റെ ന്യായമായ അവകാശമാണത്. അവകാശ നിഷേധമാണ് യഥാർത്ഥത്തിൽ ദശരഥന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവകാശ നിഷേധമാണ് കൈകേയിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവകാശ നിഷേധമാണ് മന്ധരയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ രാമൻ തൻ്റെ അവകാശമാണ് എന്നുള്ള വാദമൊന്നും ഉയർത്താതെ രാമൻ എന്തു ചെയ്തു? തൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് ഓർമ്മിച്ചു. അച്ഛൻ ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, അച്ഛൻ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നു. അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ട ചുമതല അച്ഛന് മാത്രമല്ല, മക്കളുടെ കൂടി ചുമതലയാണ്. അച്ഛൻ വാക്ക് തെറ്റിച്ചാൽ അത് അച്ഛൻ്റെ കുഴപ്പമാണ്, മക്കൾക്ക് എന്താ കുഴപ്പം? പക്ഷേ സത്പുത്രന്മാർ, സത്സന്താനങ്ങൾ, നല്ല മക്കൾ എന്തു അച്ഛൻ കൊടുത്ത വാക്കാണ്, അത് മക്കളുടെ ധർമ്മമാണ്, അത് പാലിക്കുക. അപ്പോൾ അത് ആരുടെ പുത്രധർമ്മമാണ്? ആ ധർമ്മമാണ് രാമൻ നിർവഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഭരണകൂടങ്ങളുടെയും അധികാര സ്ഥാനങ്ങളിലേക്കുള്ള ആളുകളുടെ ആർത്തിയും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ ആ രാമൻ ഇല്ലാതാവണം എന്നാണ് ചിലർ പറയുന്നത് കേട്ടോ. ആ രാമന്റെ ധർമ്മം, സനാതന ധർമ്മം ഡെങ്കി പോലെ അകറ്റി നിർത്തണം, കൊറോണ പോലെ അകറ്റി നിർത്തണം, ഈ സനാതന ധർമ്മത്തെ കുഴിച്ചുമൂടണം എന്ന് പറയുമ്പോൾ തൻ്റെ അവകാശത്തെക്കാൾ തൻ്റെ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് ആ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട ആ രാമൻ മര്യാദ പുരുഷോത്തമൻ എന്ന് വാൽമീകി വെറുതെ വിളിച്ചതല്ല. ഏത് ധർമ്മത്തെയാണോ മൂർത്തിവൽക്കരിക്കുന്നത് ആ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് രാമൻ എന്ന് വാൽമീകി വെറുതെ പറഞ്ഞതല്ല. ഓരോ സന്ദർഭത്തിലും രാമനെ നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അവനവൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, നാടിൻ്റെ നിലനിൽപ്പിന്, ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് പൗരൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ, മൂല്യാധിഷ്ഠിതമായ കർത്തവ്യങ്ങൾ, അതിനെയാണ് ധർമ്മം എന്ന് പറയുക. വെരി സിമ്പിൾ. അത് പിന്നീട് നമ്മൾ വീടുകളിലൊക്കെ ഭിക്ഷയാചിക്കാൻ വരുന്നവർക്ക് നമ്മുടെ പഴയ മുത്തശ്ശിമാർ വീട്ടിലെ അടുക്കളയിൽ പോയിട്ട് ഒരു പിടി അരി ആ ഭിക്ഷക്കാരന് കൊടുത്തുകൊണ്ട് എന്തു പറയും? എന്താ പറയാറ്? ഇവിടങ്ങളിലത് പറയാറില്ലേ? ധർമ്മം കൊടുത്തു എന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? ധർമ്മം കൊടുത്തു. എന്താ ഈ ധർമ്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ? ആ വാക്ക് വെറുതെ വന്നതല്ല. ആ വാക്കിനുള്ളിൽ എൻ്റെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വിശന്ന് പൊരിഞ്ഞ് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക്
ആഹാരം കൊടുക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്, ആ ധർമ്മം ഞാൻ അനുഷ്ഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മടക്കി വിടുന്ന ആൾ ആ ധർമ്മം അനുഷ്ഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നും കൊടുക്കാതെ മടക്കി വിടുന്നയാൾ ആ ധർമ്മം അനുഷ്ഠിച്ചു. അപ്പൊ ഞാൻ ധർമ്മം കൊടുത്തു എന്നുള്ള വാക്ക് പോലും അങ്ങനെ ഉണ്ടായതാണ്. നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ അത്തരം വാക്കുകളൊക്കെ വെറുതെ കടന്നു വന്നതല്ല, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട ജീവസത്തായ വാക്കുകളായിട്ടാണ് അത്തരം വാക്കുകൾ കടന്നു വന്നത്. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ മൂർത്തി എന്ന് രാമനെ കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഗുണങ്ങളുടെയും ആകെ സത്തയായിട്ട് രാമനെ വാൽമീകി അവതരിപ്പിക്കുകയാണ്. ആ രാമനാണ് പിന്നെ നമുക്ക് രാമായണത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. ആ രാമൻ തികച്ചും മനുഷ്യനാണ്. വാൽമീകിയുടെ മുമ്പിൽ മനുഷ്യനാണ്. ഇപ്പോൾ നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ 10 തലകളുള്ള രാവണനെ കുറിച്ച് പറയും. വാൽമീകിയുടെ രാമായണത്തിൽ രാമന് 10 തലയൊന്നുമില്ല കേട്ടോ. വാൽമീകിയുടെ രാമായണത്തിൽ രാമനൊറ്റ തലയുള്ളൂ. എഴുത്തച്ഛൻ അത് കുറെ കൂടി കാൽപ്പനികമായിട്ട് കഥ പറയുമ്പോൾ, കഥ വെറുതെ കേൾക്കാൻ ആർക്കും ഇഷ്ടമാണോ? കഥയ്ക്ക് ഒരു പൊടിപ്പും തൊങ്ങലും ഒക്കെ വയ്ക്കണം അല്ലേ? അതിനൊരു ഭാവന വേണം, കാൽപ്പനികമായിരിക്കണം. അപ്പോൾ കഥ കേൾക്കുമ്പോൾ അങ്ങനെ, അപ്പോൾ ആളുകൾ കഥ കേൾക്കണം, ആ കഥ മനസ്സിലാക്കണം. അതിൻ്റെ തത്വം രാമായണത്തിലല്ല, ഏത് രാമായണത്തിൻ്റെ ഒന്ന് തന്നെയാണ്. ധർമ്മത്തിൻ്റെ വിജയമാണ്, ധർമ്മത്തിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ രാമൻ അങ്ങനെ ധർമ്മത്തിൻ്റെ സ്ഥാപനം, ധർമ്മമാണ് രാമൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇയാൾ എത്രയല്ല പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ്. ഇയാളോ? +2 കഴിഞ്ഞു. എല്ലായിടത്തും ഞാൻ ഇത്തരം വേദികളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഒരു 40 വയസ്സിന് മേലെ, ഇവിടെ കുറച്ച് പേരെങ്കിലും ഉണ്ട് 40 വയസ്സിൽ അടുത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർ. പലയിടത്തും തലയൊക്കെ നരച്ച്, എന്നെ പോലെ തലയൊക്കെ നരച്ചുള്ള ആൾക്കാരാണ് കേൾക്കുന്നത്. യുവാക്കൾ, യുവതികൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. അവരുടെയൊക്കെ ഉള്ളിൽ ജെൻസി, അതാണല്ലോ പുതിയ വാക്ക്, ജെൻസി. ആ ജെൻസിയുടെ ഉള്ളിൽ വരുന്നൊരു സംശയമുണ്ട്. സംശയം ഈ അറിവില്ലാത്തവൻ്റെ വാദം വളരെ വലിയ ആക്രാമികവും കൂടിയാണ്. പറയും, രാമൻ എങ്ങനെ ധർമ്മത്തിൻ്റെ മൂർത്തിയാവും? എങ്ങനെ മൂർത്തിയാവും? എന്താ അവർ ചോദിക്കുന്നത്? രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാവുന്നതിന് തടസ്സമായിട്ട് എന്താ നിൽക്കുന്നത്? എന്താ അയാളുടെ പേര്? അവിടെ ഞാൻ കുട്ടികളോടാ ചോദ്യം, നിങ്ങളോടല്ല. പ്രായമായവരൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. ഞാൻ അവരോടാണ് ചോദ്യം. അവരെന്ത് അതെ, മോളുടെ പേരെന്താ? ഗായത്രി. രാമൻ അധർമ്മത്തിൻ്റെ മൂർത്തിയാണ്, അല്ലെങ്കിൽ രാമനെ നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന ഒരു ആളല്ല എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ യുവാക്കൾ, നമ്മുടെ കുട്ടികൾ ആർക്കെങ്കിലും അങ്ങനെ പറയാമോ? ഇന്ന ഒരു സംശയമുണ്ട്, എങ്ങനെ രാമൻ നമുക്ക് സ്വീകാര്യനാവും? അധർമ്മത്തിൻ്റെ, അല്ലെങ്കിൽ രാമനെ കുറിച്ച് ഇത്രയൊക്കെ പുകഴ്ത്താൻ പറ്റുന്ന, എങ്ങനെ പുകഴ്ത്താൻ പറ്റും? വീഡിയോ കാണുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയയിൽ പോകുന്ന ആൾക്കാർ, ഇൻസ്റ്റാഗ്രാം, എക്സ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതിലൂടെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മുമ്പിലൊക്കെ ഉയർന്നു വരുന്ന ചോദ്യമാണ് ഞാനീ പറയുന്നത്. നിറവയറോടെ നിൽക്കുന്ന സീതയെ ഉപേക്ഷിച്ച രാമനെ എങ്ങനെ നിങ്ങൾക്ക് ധർമ്മത്തിൻ്റെ മൂർത്തിയാകാൻ പറ്റും? ഇല്ലേ? സത്യമല്ലേ? കുട്ടികളോടാണ് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അമ്മമാർ എല്ലാവരും, മിക്കവാർക്കും അവർക്ക് ഇതൊക്കെ അറിയാം, മെച്ചുവേർഡാണ്. ഇനി രാമൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും രാമനുള്ള വിശ്വാസം നിങ്ങളുടെ ആരുടെയും പോകാൻ പോണില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുക. പറയുന്നത് എന്താ? നിറവയറോടെ നിൽക്കുന്ന ആ സീതയെ, കൊടും കാനനത്തിൽ ഉപേക്ഷിച്ച രാമനെ എങ്ങനെ ആരാധിക്കണം എന്നാ പറയുന്നത്? ഇത്രയും സ്ത്രീവിരുദ്ധനായ, ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ എന്തു മഹത്വമുണ്ടെന്നാ പറയുന്നത്? ഈ ചോദ്യം നമ്മുടെ തലമുറയോട്, ജെൻസിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതിന് ഉത്തരം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്.
ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഉത്തരം പറയും. പക്ഷേ കുട്ടികളോട് അങ്ങനെയുള്ള ഇത്തരം ഉത്തരങ്ങൾ കിട്ടേണ്ടത് എവിടെ നിന്നാണ്? വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഇതിൻ്റെ ഉത്തരം കിട്ടേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഇതിനൊക്കെ ഉത്തരം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കേട്ടോ. എന്തുകൊണ്ട് രാമൻ സീതയെ ഉപേക്ഷിച്ചു, കാട്ടിൽ ഉപേക്ഷിച്ചു, ഗർഭിണിയായിരിക്കുമ്പോൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഉപേക്ഷിച്ചു എന്നുള്ളത് പോലും അങ്ങനെയല്ല എന്ന് സമർത്ഥിച്ചിട്ടുള്ള ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഞാൻ നേരത്തെ പുത്രധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. രാമൻ അവിടെ അനുഷ്ഠിച്ചത് പുത്രധർമ്മമാണ്. രാമൻ സീതയെ ഉപേക്ഷിക്കുമ്പോൾ രാമൻ ആരാണ്? അയോധ്യയുടെ രാജാവാണ് അല്ലേ? അവിടെ രാമൻ സീതയെ കാട്ടിൽ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കുന്നു, അല്ലെങ്കിൽ അവിടെ ലക്ഷ്മണന്റെ കൂടെ പറഞ്ഞയക്കുന്നു. ആ സമയത്ത് രാമൻ അവിടെ അനുഷ്ഠിച്ചത് എന്താണ്? സത്യത്തിൽ എന്തായിരിക്കണം? രാജധർമ്മമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കുന്ന, തൻ്റെ കൺമുമ്പിലുള്ള ആ രാജകീയമായ സുഖ സൗകര്യങ്ങൾ, രാജസിംഹാസനം ഉപേക്ഷിക്കാൻ ഒരു മടിയുമില്ലാതെ അത് ഉപേക്ഷിച്ച് 14 വർഷം, 1-2 ദിവസമല്ല, 14 വർഷം വനവാസത്തിന് പോയ രാമൻ പുത്രധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതേ രാമൻ രാജധർമ്മത്തിൻ്റെ വിഷയം വരുമ്പോൾ സീതയെ ഉപേക്ഷിക്കുന്നു. ഞാനിവിടെ രാജധർമ്മം മാത്രമല്ല, രാമൻ സീത കാട്ടിൽ പോയത് ആരുടെ ആഗ്രഹമാണ് എന്ന് നിങ്ങൾ രാമായണം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? വാൽമീകി രാമായണമാണ് വായിക്കണ്ടേ. ഞാൻ ഈ എൻ്റെ പ്രഭാഷണത്തിൻ്റെ മൂലം വാൽമീകി രാമായണമാണ്, അധ്യാത്മരാമായണം അല്ല കേട്ടോ. അമ്മ 3 വട്ടമാണ് സീത പറയുന്നത്. ഗർഭകാലത്ത് രാമൻ ചോദിക്കുന്നുണ്ട് സീതയോട്, നിന്റെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീത പറയുന്നുണ്ട്, വനവാസകാലത്ത് വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചില്ലേ നമ്മൾ, അതേപോലെ എനിക്ക് ഈ ഗർഭകാലത്ത് ആശ്രമത്തിൽ, മുനി ആശ്രമത്തിൽ, വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു വട്ടമല്ല. നിങ്ങൾ ആരെങ്കിലും ഇടറുണ്ടോ അതിനെ സംബന്ധിച്ച്? നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും അധ്യാപകരോ ഏതെങ്കിലും പണ്ഡിതന്മാരോ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ ആവർത്തിക്കുന്നത് എന്താണ്? രാമൻ സീതയെ ഉപേക്ഷിച്ചു, ഗർഭിണിയായ രാമൻ സീതയെ ഉപേക്ഷിച്ചു. ഇത്രയും ക്രൂരനായിട്ടുള്ള വേറെ ആരുണ്ട്? സീതയുടെ ആഗ്രഹമാണ്. രാജധർമ്മത്തിന്റെ വിഷയത്തിൽ മാത്രം മതി രാമനെ ന്യായീകരിക്കാൻ. കാരണം പ്രജകളുടെ സംശയത്തിന് കാരണമായിരിക്കുന്നു. പ്രജകൾ ആരും കണ്ടിട്ടില്ല സീത പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്നത്. ആരെങ്കിലും കണ്ടോ? എവിടെ വെച്ചാ നടന്നത്? എവിടെ വെച്ചാ നടന്നേ? സീതയുടെ ഈ ശുദ്ധീകരണം, അഗ്നിശുദ്ധി വരുത്തിയത് എവിടെ വെച്ചിട്ടാ? അങ്ങ് ലങ്കയിൽ വെച്ചാ. അയോധ്യയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. ഇവര് പറയുകയാണ് അഗ്നിശുദ്ധി വരുത്തിയെന്ന്. അത് ജനങ്ങൾക്ക് അങ്ങ് കേട്ടിട്ട് വിശ്വാസമില്ലാന്നേ. അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി സീത. ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടില്ല, ഒരു അലക്കുകാരനെ പറഞ്ഞുള്ളൂ കേട്ടോ. ജനങ്ങൾക്ക് അങ്ങനെ വിശ്വാസം. പക്ഷെ ഒരു അലക്കുകാരൻ, ആ അലക്കുകാരനും അയാളും ഒരു പ്രജയാണ്, ഒരു പൗരനാണ്. ഒരു പൗരന്റെ വാക്കിന് രാമൻ എത്ര കണ്ട് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് മറുവശം കേട്ടോ. ഒരു പൗരൻ, ഒരു അലക്കുകാരനായ പൗരൻ, അവിടെ രാമൻ എത്ര കണ്ട് മഹത്വം കൊടുത്തു എന്നുള്ളത് ഒരു വശം. ഇതൊന്നും ആരും പറയില്ല. ഇതിനെയൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത്, ഇതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് സീത ഉപേക്ഷിച്ചു എന്നുള്ള ഒറ്റ കാര്യത്തിൽ രാമനെ ക്രൂശിക്കുകയാണ്. അത് സീതയുടെ താല്പര്യമുണ്ട് എന്നും ജനങ്ങളാരും സീത അഗ്നിശുദ്ധി വരുത്തി എന്നുള്ളത് കാണാത്ത സ്ഥിതിക്ക് ആ സംശയം ജനങ്ങളിൽ വ്യാപിക്കാനിടയുണ്ട് എന്നും, അത് ഒരു രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്നതാണ് എന്നും ഒരു രാജാവ് ചിന്തിക്കുമ്പോൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു കുടുംബത്തെ ഉപേക്ഷിക്കണം. അല്ല, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു തെജേദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം തെജേത്, ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥ്വീം തെജേത് എന്നാണ്. തെജേദേകം കുലസ്യാർത്ഥേ, കുടുംബത്തിന് വേണ്ടി ഒരാളെ ത്യജിക്കണമെങ്കിൽ ത്യജിക്കണം. കുടുംബത്തിന് വേണ്ടി ഒരാളെ ത്യജിക്കണമെങ്കിൽ ത്യജിക്കണം, അതാണ് ധർമ്മം. ഗ്രാമസ്യാർത്ഥേ കുലം തെജേത്, ഗ്രാമത്തിന് വേണ്ടി കുടുംബത്തെ ത്യജിക്കണമെങ്കിൽ ത്യജിക്കണം. ഗ്രാമം ജനപദസ്യാർത്ഥേ, ജനപദം എന്ന് പറയുമ്പോൾ രാജ്യം, രാജ്യത്തിന് വേണ്ടി ഗ്രാമത്തെ ഒഴിവാക്കണം വേണ്ടി വന്നാൽ.
നമ്മുടെ ആത്മാർത്ഥയെ എന്ന് വെച്ചാൽ ആത്മാവിന് വേണ്ടി ഈ പൃഥ്വിയെ തന്നെ ത്യജിക്കണം. ഇത് മഹാഭാരതത്തിൽ വ്യാസൻ എഴുതി വെച്ചിട്ടുള്ള തത്വമാണ്. ഇപ്പൊ ഇവിടെ രാമൻ ചെയ്തത് എന്താണ്? തികച്ചും ധർമ്മമാണ്. സീതയുടെ ആഗ്രഹമാണ് രാമൻ നടത്തിയത്. ആ കാര്യം നമ്മുടെ പണ്ഡിതന്മാർ മുഴുവൻ മറന്നുകൊണ്ട് രാമന്റെ മേൽ അവസാന നിമിഷം വരെ, ഇനി ഞാൻ വേറൊന്ന് നിങ്ങൾ വാൽമീകി രാമായണത്തിൽ തന്നെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. സീതയ്ക്ക് വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് സീതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ വാൽമീകി. എവിടെയും സീതയെ ദുഃഖിതയായിട്ട് പറയുന്നില്ല കേട്ടോ. സീത വാൽമീകി ആശ്രമത്തിൽ സന്തോഷവതിയായി ഗർഭകാലം മുഴുവൻ കഴിഞ്ഞ് സുന്ദരന്മാരായ 2 പുത്രന്മാർക്ക് ജന്മം കൊടുത്ത് അവരെ വളരെ ഭംഗിയായി സന്തോഷത്തോടെ ആശ്രമത്തിൽ വളർത്തി സർവ ആയുധ പരിശീലനവും നൽകി വീരപുത്രന്മാരായി വളർത്തി സീത. രാമൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് വാൽമീകി രാമായണത്തിൽ എഴുതിയിട്ടുണ്ട്, രാമൻ ആ സമയത്ത് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത്. രാമൻ ഈ സീതയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും രാമൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ടില്ല. പിന്നീട് ഒരിക്കലും രാമൻ പട്ടുമെത്തയിൽ ഉറങ്ങിയിട്ടില്ല. പിന്നീട് ഒരിക്കലും രാമൻ സുഖ സൗകര്യങ്ങളുടെ ഒരു ലാഞ്ചന പോലും സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടില്ല. രാമൻ ഓരോ ദിവസവും ദുഃഖിതനായി ഒടുവിൽ സരയൂവിൽ ആത്മപ്രവേശം ചെയ്യുന്ന രാമനെ നമുക്ക് കാണാൻ കഴിയും. സീതയ്ക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത്, എങ്ങനെയാണോ നമ്മുടെ കഥാപാത്രം, ഇപ്പൊ രാമൻ എന്ന ഒരു കഥാപാത്രത്തെ അവമതിക്കാൻ ഓരോ വ്യക്തികൾ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് എങ്ങനെയാണ് ശ്രീരാമനെ അവമതിക്കുന്നത് എന്നുള്ളത്. പുതിയ കാലത്ത് ചില പണ്ഡിതന്മാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, സംസ്കൃത പണ്ഡിതന്മാരാ. അവര് ഹൈന്ദവ ഇതിഹാസങ്ങളെ പുരാണങ്ങളെയൊക്കെ എടുത്തിട്ട് അത് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ജാതി മേധാവിത്വത്തിൻ്റെ ഒക്കെ കൃതികളാണ്, ഇതെല്ലാം ബ്രാഹ്മണ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണ്, അതൊക്കെ ചൂണ്ടിക്കാണിക്കും. രാമായണം അതിൻ്റെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കും. മഹാഭാരതം അതിൻ്റെ ഉദാഹരണമാണ്. ബ്രാഹ്മണരുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളായിട്ട് ഇന്ത്യയിൽ, ഭാരതത്തിൽ, ഈ സനാതന ധർമ്മത്തിൽ, അതുകൊണ്ടാണ് സനാതനധർമ്മം കൊറോണ പോലെ അകറ്റി നിർത്തണം എന്ന് പറയുന്നത്. എന്താ? ജാതിയുടെ പേരിൽ വലിയ തോതിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായി സമൂഹത്തിലെ അടിക്കാട്ടങ്ങൾ എന്നൊക്കെയാണ് ഭാഷ. സമൂഹത്തിലെ അധസ്ഥിതര്, അവർ സമൂഹത്തിൽ മറ്റുള്ളവർക്ക്, മേൽജാതിക്കാർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ സുഖസൗകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ, പൊതു വഴിയിലൂടെ പോലും നടക്കാൻ അവകാശമില്ലാതെ, പൊതു കിണറിൽ നിന്ന് ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളം ഉപയോഗിക്കാൻ അവകാശമില്ലാത്ത കന്നുകാലിക്കൂട്ടങ്ങളെക്കാൾ, മൃഗങ്ങളെക്കാൾ ദയനീയമായി ജീവിതം നയിച്ചു. എന്തിൻ്റെ പേരില? ഈ സനാതന ധർമ്മത്തിൻ്റെ പേരിൽ. ഇതാണ് വ്യാഖ്യാനം. ഇതാണ് ചില പണ്ഡിതന്മാർ, നമ്മൾ യൂട്യൂബിലൊക്കെ കാണും അവരുടെ പ്രസംഗങ്ങൾ, അവരെയൊക്കെ കൊണ്ടു നടന്ന് അവാർഡ് കൊടുക്കുന്ന ഒരു കാലമാണിപ്പോൾ. ഈ ഭാരതീയ സംസ്കാരത്തെ, ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളെ, പുരാണങ്ങളെയൊക്കെ അവഹേളിച്ച് അതിനെ അധിക്ഷേപിച്ച് നടത്തുന്നതിനൊക്കെ അവാർഡുണ്ട്. നമ്മൾ കണ്ടല്ലേ ഏറ്റവും നല്ല ഗാനത്തിൻ്റെ അവാർഡ് കൊടുത്ത ആൾ ആരാണെന്നുള്ളത്. ഇപ്പൊ ഈ അടുത്ത ദിവസം മലപ്പുറത്ത് ഒരു സ്കൂളിൽ നാടകം കളിച്ചു. വീരനാട്യം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. വണ്ടൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ജില്ലാ യുവജനോത്സവത്തിൻ്റെ ടീച്ചർ ഇന്നലെ പറഞ്ഞു കാണുന്നു തോന്നുന്നു. ചിലപ്പോൾ ടീച്ചറുടെ നാടാണല്ലോ. ടീച്ചർ പറഞ്ഞോ? ഞാനത് ആവർത്തിക്കണ്ടല്ലോ. അപ്പോൾ ഊർമിള ലക്ഷ്മണൻ കാട്ടിൽ പോയതോടെ ഊർമിള വിരഹ ദുഃഖം അനുഭവിച്ച് നീറി മരിച്ചു എന്നാണ്. എന്നാൽ ഇവർക്ക് ഒരു വരി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല ഊർമിളയെക്കുറിച്ച്. രാമായണത്തിൽ രാമൻ ഊർമിളയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആ സംഭവം ലക്ഷ്മണൻ ഊർമിളയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു സംഭവം ഒഴിച്ച് പിന്നെ ഊർമിള രാമായണത്തിലില്ല. ശ്രുതകീർത്തി രാമായണത്തിലില്ല. മാണ്ഡവി രാമായണത്തിലില്ല.
പക്ഷെ ഇവരിങ്ങനെ മെനഞ്ഞുണ്ടാക്കുകയാണ്. എങ്ങനെ? ഊർമിള ലക്ഷ്മണനെ ഓർത്ത് നീറി 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 തൻ്റെ ഇവരുടെ നരേറ്റീവ്സ് ആണ്. നരേറ്റീവുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് സ്ത്രീവിരുദ്ധമാണ് രാമായണം. കാരണം എന്താ? ഊർമിളയുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചു. യൗവനയുക്തയായ ഒരു സ്ത്രീ അവളുടെ വിവാഹാനന്തര ജീവിതത്തിൽ അവൾക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിത്തെറിപ്പിച്ച് അവളെ വിവാഹം കഴിച്ച ലക്ഷ്മണൻ ഭർത്താവിൻ്റെ സഹോദരന്റെ കൂടെ കാട്ടിലേക്ക് പോയി. ഇത്രയും വലിയ സ്ത്രീദ്രോഹം വേറെ ഉണ്ടോ? ഇതാണ് നരേറ്റീവ്സ്, ആഖ്യാനം. നരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആഖ്യാനം. ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ശരിയല്ലേ, ഇത്രയും വലിയ ദ്രോഹം ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഇതാര് പറഞ്ഞു അങ്ങനെ ഊർമിള ഈ വിരഹദുഃഖത്തോടെ ജീവിച്ചു എന്നുള്ളത്? അത് ഞാൻ ഊഹിച്ചെടുത്തതാ. അങ്ങനെ ആയിരിക്കണമല്ലോ. ഇങ്ങനെ ഓരോരുത്തരും ഊഹിക്കുന്നത് അവരുടെ കാൽപ്പനികതയെ, നമ്മുടെ ഇതിഹാസങ്ങളുടെ പവിത്രത നശിപ്പിക്കാൻ ദുരുപദിഷ്ടമായി കൊണ്ടുവരികയാണ്. എന്നിട്ട് രാമനെ അപമാനിക്കുന്നു, ലക്ഷ്മണനെ അപമാനിക്കുന്നു, സീതയെ അപമാനിക്കുന്നു, രാമായണത്തെ മുഴുവൻ അപമാനിക്കുകയാണ്. ഇവരുടെ ഓരോരുത്തരുടെയും കാൽപ്പനികത കൊണ്ടാണ്. ഈ കാൽപ്പനികത മറ്റു മതങ്ങളോട് എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ആലോചിച്ച് നോക്ക്. ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റു മതവിശ്വാസങ്ങളോട്, മറ്റു മതസങ്കല്പങ്ങളോട് ഈ കാൽപ്പനികതയുടെ ഭാവം ആർജിച്ചുകൊണ്ട് ഒരു കൃതി രചിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും സാംസ്കാരിക നായകന്മാർ ഈ ഭൂമി മലയാളത്തിൽ എന്നല്ല ഈ ഭാരതത്തിന്റെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോൾ? ഇല്ല. അങ്ങനെ ചെയ്തവരുടെ കൈയും കാലും തലയും വിട്ടും എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ഇത് ഈ ചാഞ്ഞു കിടക്കുന്ന മരമാണ്, അല്ലെങ്കിൽ വഴിയിൽ കെട്ടിയ ചെണ്ടയാണ്, പോകുന്നവർ പോക്കിൽ ആർക്കും കയറി ഒന്ന് കൊട്ടാം ടം. കാരണം എന്താ? വഴിയിൽ ചെട്ടിയ ചെണ്ടയാണ്. ഹൈന്ദവ സംസ്കാരം വഴിയിൽ കെട്ടിയ ചെണ്ടയാണ്. അപ്പോ ഇവിടെ ധർമ്മം ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ദോഷം ഹൈന്ദവ സനാതന ധർമ്മത്തിൽ ആക്ഷേപിക്കുകയാണ്. ഒരു കാര്യം സത്യമാണ്, നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ പേരിൽ ഒരുപാട് അനിഷ്ടത ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന അധസ്ഥിതർക്ക് കയറാൻ അവകാശം ഉണ്ടായിരുന്നില്ല, നമുക്കറിയാലോ. ഈ ആറന്മുള ക്ഷേത്രത്തിലടക്കം ജാതിയിൽ താഴ്ന്നവരായതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ എന്തിന്, സ്കൂളിൽ പഠിക്കാൻ അവകാശം ഉണ്ടാകാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഹൈന്ദവ ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ കുഴപ്പമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും പുഷ്ടിയുള്ള കാലഘട്ടത്തിൽ, വേദകാലത്ത് എന്തേ ആ കുഴപ്പമുണ്ടാവുകയില്ല? ആ കുഴപ്പം അങ്ങനെയാണെങ്കിൽ അന്നല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. എന്താ ഉണ്ടാവില്ല? വേദം പറയുന്നു, ഋഗ്വേദം പറയുന്നു, യജ്ഞത്തിന് എല്ലാവരും അവകാശികളാണ്. വിപ്രന്മാർ അവകാശികളാണ്. വിപ്രാദശ്ച പഞ്ചാശ ജനാ, വിപ്രന്മാർ തുടങ്ങിയ 5 ജനങ്ങൾ. 5 ജനങ്ങൾ ഏതൊക്കെയാ? വിപ്രന്മാർ എന്ന് വെച്ചാൽ ആരാ? ബ്രാഹ്മണര്. 5 ജനങ്ങൾ, പഞ്ചജനങ്ങൾ ഏതാണെന്ന് യാസ്കന്റെ നിരുക്തം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. യാസ്കന്റെ നിരുക്തത്തിൽ 5 ജനങ്ങൾ ആരൊക്കെയാണ് എന്ന്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. 5ാമത്തെ ജനാരാ? നിഷാദന്മാരാണ്, കാട്ടാളര്. അവർക്ക് യജ്ഞം ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു ഈ ഭാരതത്തിൽ. വേദം ഓതാനുള്ള അവകാശമുണ്ടായിരുന്നു. അഗ്നിയുടെ പുരോഹിതനാവാൻ, അഗ്നിയുടെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ വേദകാലത്ത് അഗ്നിയുടെ പുരോഹിതനാവുക എന്ന് പറഞ്ഞാൽ യജ്ഞത്തിന്റെ ആചാര്യനാവുക എന്നാണ് അതിന്റെ അർത്ഥം. യജ്ഞത്തിന്റെ ആചാര്യനാവാൻ ആർക്ക് അവകാശം ഉണ്ടായിരുന്നു എന്നാണ്? ഈ 5 ജനങ്ങൾക്കും അവകാശമുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ എന്തേ അന്നില്ലാത്ത കുഴപ്പം പിന്നീട് വന്നത്? അപ്പൊ അത് സനാതനധർമ്മത്തിന്റെ കുഴപ്പമല്ല, പിൽക്കാലത്ത് വന്നു ചേർന്ന കുഴപ്പമാണ്. ഈ സനാതനധർമ്മത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ സനാതനധർമ്മത്തിന്റെ ഉത്കൃഷ്ട കൃതികൾ എന്ന് പറയുന്ന മഹാഭാരതം, ആ മഹാഭാരതത്തിന്റെ കർത്താവ് വ്യാസൻ. ആരാണ് വ്യാസൻ? ബ്രാഹ്മണനാണോ? ആണോ? വ്യാസൻ എങ്ങനെയാ ജനിച്ചത്? വ്യാസൻ പരാശരന്റെ മകനാണ്. പരാശരനിൽ ആർക്കുണ്ടായ മകനാണ്? സത്യവതിയോ എനിക്കൊന്നും അറിയില്ല.
സത്യവതിയിലുണ്ടായ മകനാണ്. സത്യവതി ആരാണ്? ദശാനന്റെ മകളാണ്. എന്നുവെച്ചാൽ ദശാനൻ എന്ന് പറയുന്ന ഒരു മുക്കുവൻ, ആ മുക്കുവന്റെ മകളാണ് സത്യവതി. മുക്കുവ സ്ത്രീയാണ്. അപ്പൊ ഇവർ പറയും സത്യവതിയുടെ ജന്മത്തിന് ഒരു പൂർവാർത്ഥമുണ്ട്. സത്യവതി യഥാർത്ഥത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? സത്യവതിയുടെ അച്ഛൻ ക്ഷത്രിയനായിരുന്നു. അച്ഛൻ്റെ ഈ എന്താ പറയുക, നമ്മുടെ അണ്ഡമുണ്ടല്ലോ, ഊർജം, പുരുഷ ബീജം എന്ന് പറയുന്നത്, ആ പുരുഷ ബീജം, അണ്ഡമല്ല പുരുഷ ബീജം, അത് ഒരു സന്ദർഭത്തിൽ ഒരു മത്സ്യത്തിന് കഴിക്കാനിടയായി. കുറച്ച് നീണ്ട കഥയാണ്, അതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ മത്സ്യത്തിൻ്റെ വായിലകപ്പെട്ടു. ആ മത്സ്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് സത്യവതി വളരുന്നത്. വലയിട്ടപ്പോൾ ഈ മുക്കുവന് ഈ മത്സ്യം കിട്ടി. മത്സ്യത്തിനെ കീറിയപ്പോൾ അതിൽ നിന്നും ഒരു കുഞ്ഞിനെ കിട്ടി. അതാണ് മത്സ്യകന്യ. സത്യവതിയെക്കുറിച്ച് പറയുന്നത് മത്സ്യകന്യക എന്നും കൂടിയാണ്. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് സത്യവതി. അപ്പോൾ ഇവർ പറയും സത്യവതി യഥാർത്ഥത്തിൽ മുക്കുവ സ്ത്രീയല്ല, അവർ ക്ഷത്രിയ സ്ത്രീയാണ്. അപ്പോൾ മേൽജാതിക്കാരിയാണ്. അപ്പോൾ വ്യാസൻ മേൽജാതിക്കാരിക്കുണ്ടായതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ പോയിന്റ് സത്യവതിയുമായി സംഗമിക്കുമ്പോൾ പരാശരൻ സത്യവതി മുക്കുവ സ്ത്രീയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സത്യവതി മുക്കുവ സ്ത്രീയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരാശരൻ സത്യവതിയുമായി സംഗമിക്കുന്നത്, അതിൽ വ്യാസൻ ജനിക്കുന്നത്. അപ്പൊ സത്യവതിയുമായി സംഗമിക്കുന്നതിലും പരാശരന് സത്യവതി ഒരു മുക്കുവ സ്ത്രീയാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സത്യവതിയെ അകറ്റി നിർത്തിയിട്ടില്ല. മുക്കുവ സ്ത്രീ ആയിട്ടാണ് വളർന്നത് എന്ന് മാത്രമല്ല, അതിനുശേഷം ആരാണ് സത്യവതിയെ വിവാഹം കഴിക്കുന്നത്? ശന്തനുവാണ്. ശന്തനു മഹാരാജാവാണ്. ശന്തനു സത്യവതി ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? സത്യവതിയുടെ പൂർവ്വജന്മം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സത്യവതി മുക്കുവ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടാണ് ശന്തനു മഹാരാജാവ് സത്യവതി വിവാഹം കഴിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഒന്ന് നോക്കൂ, എങ്ങനെയാണ് ആഖ്യാനങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതെന്ന്. അപ്പോൾ വ്യാസൻ സത്യത്തിൽ സത്യവതിക്കുണ്ടായത്, പരാശരിൽ നിന്നും സത്യവതിക്കുണ്ടായത് സത്യവതി മുക്കുവ സ്ത്രീയല്ല, അത് മേൽജാതി സ്ത്രീയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതുവഴി വ്യാസൻ മുക്കുവനുണ്ടായതാണെന്ന് പറയാൻ നിവൃത്തിയില്ല, മുക്കുവ സ്ത്രീക്ക് പറഞ്ഞതാണെന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് സ്ഥാപിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ ഇതൊന്നും നോക്കൂ. അപ്പൊ ശന്തനു വിവാഹം കഴിക്കുമ്പോൾ സത്യവതി മുക്കുവ സ്ത്രീയാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് മറുചോദ്യം ചോദിക്കാൻ അവർ നമ്മളോടല്ല സംസാരിക്കുന്നത്. ഈ പാവങ്ങളോടാ, ഒന്നും അറിയാത്ത പാവങ്ങളോട് സംസാരിക്കും, കയ്യടി നേടും. ഇനി ഞാൻ ചോദിക്കട്ടെ, വിതുരരായിരുന്നു? മഹാഭാരതത്തില് വിതുര ഗീത എന്ന് പറയുന്നൊരു സത്യത്തില് നമ്മുടെ ഭഗവത്ഗീത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കുന്ന രണ്ട് ഗീതകളാണ്. ഒന്ന് വ്യാധഗീതയും മറ്റൊന്ന് വിതുരഗീതയും. വ്യാധഗീത എന്ന് പറയുമ്പോൾ വ്യാധൻ, ഒരു ഇറച്ചിവെട്ടുകാരൻ ഉപദേശിക്കുന്നതാണ്. അത് വ്യാധഗീത. ഇറച്ചിവെട്ടുകാരനാണ്, അയാൾ ബ്രാഹ്മണനല്ല. ഇറച്ചിവെട്ടുകാരൻ ഉപദേശിക്കുന്നതാണ് മഹാഭാരതത്തിൽ വ്യാധഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിതുരൻ ആരായിരുന്നു? വിതുരൻ വ്യാസന് ഒരു ദാസിയിലുണ്ടായ പുത്രനാണ്. അത് അംബിക അംബാലികയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എനിക്കത് മുഴുവൻ പറഞ്ഞ് ഇവിടെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ കൃതികളിൽ ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇങ്ങനെയുള്ള ഒരു വിവേചനം എവിടെയില്ല. പിൽക്കാലത്തുണ്ടായി. അതൊരു സാംസ്കാരിക ശോഷണമെന്നോ മൂല്യശോഷണമെന്നോ സാംസ്കാരിക അധപ്പതനമെന്നോ എല്ലാ ലോകത്തും ഉണ്ടായ പോലെ നമ്മുടെ നാട്ടിലുണ്ടായി. ഇത് എനിക്ക് ഒരുപാട് സംഭവങ്ങൾ പറയാൻ സാധിക്കും, ഒരുപാട് ആളുകളുടെ പേര് പറയാൻ സാധിക്കും. എങ്ങനെയാണ് വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായിട്ട് മാറി? വിശ്വാമിത്രൻ ബ്രാഹ്മണനായിരുന്നോ? അല്ലല്ലോ, ക്ഷത്രിയനായിരുന്നു. ഇനി നമുക്കിത് രാമായണത്തിലേക്ക് തന്നെ വരാം. ഇപ്പൊ രാമായണത്തില് ദശരഥന്റെ പുത്രശോകത്തിന് കാരണമായത് എന്താണ്? പുത്രശോകത്താൽ ദശരഥൻ മരിക്കുമെന്ന് ആരുടെ ശാപമാണ്? ആരുടെ ശാപ? വൈശ്യനായിട്ടുള്ള ഒരു മുനിയുടെ ശാപമാണ്. വൈശ്യനാണ്. ആ മുനിയുടെ ശാപത്തിന് കാരണം എന്താ നമുക്കറിയാം.
കാട്ടിലെ വേട്ടയ്ക്ക് പോകുമ്പോൾ ഈ മുനിയുടെ മകൻ മുനികുമാരൻ കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് അത് ആന തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുന്നതാണ് എന്ന ധാരണയിൽ ആളെ കാണാതെ ശബ്ദവേദം ഉപയോഗിച്ച് ആ മുനികുമാരനെ അമ്പ് ചെയ്ത് വീഴ്ത്തി. ഈ വാർത്ത വളരെ ഭയത്തോടെ ഈ മുനികുമാരൻ്റെ മരണവാർത്തയുമായിട്ട് ആ കുടിലിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ ഈ അന്ധനായിട്ടുള്ള ആ കുമാരൻ്റെ അച്ഛനെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ ദശരഥ, നിനക്ക് ബ്രാഹ്മണശാപമേൽക്കുന്നു നീ ഭയക്കണ്ട, നിനക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകുമെന്ന് നീ ഭയക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ആ മുനി ബ്രാഹ്മണനല്ലായിരുന്നല്ലേ? അപ്പൊ തപസ്സനുഷ്ഠിക്കാൻ ബ്രാഹ്മണന് മാത്രമല്ല എല്ലാവർക്കും അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശംഭുകന്റെ കഴുത്തറുത്ത് ആരോപണം രാമന് നേരെ ഉയർത്തുന്നത്. ശംഭുകന്റെ കഴുത്തറുത്തു. എന്തുകൊണ്ടാ? ശൂദ്രനായതുകൊണ്ട്. ശൂദ്രൻ തപസ് ചെയ്യാൻ പാടില്ല. ഉത്തരകാണ്ഡത്തിലാണ് അത് വരുന്നത് കേട്ടോ. വാൽമീകി രാമായണത്തിലെ 6 കാണ്ഡങ്ങളോടെ വാൽമീകി രാമായണം സമാപിക്കുകയാണ്. 6 കാണ്ഡങ്ങൾ കഴിഞ്ഞാൽ പക്ഷെ ഉത്തരകാണ്ഡത്തിൽ അത് പ്രക്ഷിപ്താണെന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. രാജഗോപാലാചാര്യയെ പോലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ പലരും പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ്, ആരൊക്കെയോ കൂട്ടിച്ചേർത്തതാണ് എന്നാണ്. ഞാനത് വിടുന്നു. പക്ഷെ അത് എടുത്താൽ പോലും ശംഭുകന്റെ വധം, ശംഭുകൻ ശൂദ്രനാണ്, ശൂദ്രൻ തല കീഴായി തപസ് അനുഷ്ഠിച്ചു, ശൂദ്രന് തപസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ വിവരം രാമനോട് പറഞ്ഞപ്പോൾ രാമൻ പോയിട്ട് ശൂദ്രന്റെ കഴുത്ത് വെട്ടി. ഇതാണ് ശംഭുക വധവുമായിട്ട് രാമനെ ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് ശംഭുകനെ കൊന്ന രാമൻ, ശൂദ്രനെ കൊന്ന രാമൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ കഥയ്ക്ക് എന്തർത്ഥമാണുള്ളത്. കാരണം ശൂദ്രൻ തപസ് ചെയ്ത്, ഇവിടെ വൈശ്യൻ തപസ് അനുഷ്ഠിച്ച ആ വൈശ്യന്റെ ശാപം കൊണ്ടാണ്. ആ വൈശ്യൻ പറയുന്നുണ്ട്, അല്ലയോ ദശരഥ, ഞാൻ നീറി നീറി മരിക്കുന്ന പോലെ നീയും പുത്രന്റെ ശോകം കൊണ്ട് മരിക്കാനിട വരട്ടെ എന്ന് ശപിക്കുന്നത് ആ വൈശ്യനായിട്ടുള്ള മുനിയാണ്. അപ്പൊ വൈശ്യൻ തപസ് അനുഷ്ഠിക്കുന്നത് രാമായണത്തിൽ കാണുന്നില്ലേ? നമ്മുടെ കുട്ടികൾക്ക് ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നു? ആ പറഞ്ഞു കൊടുക്കേണ്ട ചുമതല ആർക്കാൻ? നമുക്കല്ലേ, രക്ഷകർത്താക്കൾക്കല്ലേ. നമ്മുടെ കുട്ടികൾ തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഈ ചോദ്യം ക്ലാസ്സിൽ വരുമ്പോൾ, സഹപാഠികൾ ചോദിക്കുമ്പോൾ, എതിരാളികൾ ചോദിക്കുമ്പോൾ, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, ഇതിഹാസങ്ങളെക്കുറിച്ച്, പുരാണങ്ങളെക്കുറിച്ച് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിന് മറുപടിയില്ലാതെ നമ്മൾ തലകുനിക്കുക. ഇതിന്റെ കാരണം എന്താ? നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, നമുക്ക് പഠിപ്പിക്കാനുള്ള. ഇപ്പോൾ ഈ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചപ്പോഴേക്കും ആ കുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ ആരെയും എന്താ പറയുക, നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ആ ജ്ഞാനം, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ വളരെ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്ത് സനാതന ധർമ്മം പോലെ ഇത്രയും സയന്റിഫിക് ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള മറ്റൊരു ധർമ്മത്തെ ചൂണ്ടിക്കാണിക്കാൻ ലോകത്ത് മറ്റൊന്നില്ല. ലോകത്ത് മറ്റൊന്നില്ല. അതുകൊണ്ട് രാമായണത്തെ നമ്മൾ ശ്രീരാമന്റെ അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ രാമൻ ഇതെല്ലാം നിർവഹിച്ച ആളാണ്. രാമൻ ഭൗതികവാദികളോട്, ഇപ്പോഴത്തെ ഭൗതികവാദികളുണ്ടല്ലോ, അതായത് ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് നിരീശ്വരവാദികളായിട്ടുള്ളവരെന്നോ അല്ലെങ്കിൽ ആധ്യാത്മികതയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അതൊരു വലിയ കഥയൊന്നുമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ, ആ ആളുകളെ രാമൻ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് രാമൻ ഇതിനെയൊക്കെ, ആ രാമനെയാണ് നമ്മൾ ആരാധിക്കുന്നത് കേട്ടോ. ഇപ്പൊ നോക്കൂ, രാമനും സീതയും കാട്ടിലേക്ക് പോകുന്നു, ലക്ഷ്മണന്, അപ്പോൾ ഭരതൻ വരുന്നുണ്ട് അയോധ്യയിൽ. ഭരതൻ വന്ന് ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ ഭരതൻ പൊട്ടിത്തെറിക്കുകയാണ്. വാളെടുത്ത് കൈകേയിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇനി ഞാൻ ജീവിക്കാനില്ല എന്ന് പറഞ്ഞ് തല തല്ലി ഭൂമിയിൽ വീഴുന്നു. ഭരതൻ അങ്ങനെയാണ് ക്യാരക്ടർ. ഒടുവിൽ പറയുന്നു, ഞാൻ ഭരിക്കില്ല, ജ്യേഷ്ഠന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ സഹോദരൻ്റെ ധർമ്മമാണ് കേട്ടോ. രാമായണം മുഴുവൻ ധർമ്മമാണ്, സഹോദരൻ്റെ ധർമ്മം. പറയുന്നത് എന്താ? ജ്യേഷ്ഠൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ ഞാൻ ഇരിക്കില്ല, ജ്യേഷ്ഠൻ വരട്ടെ, ജ്യേഷ്ഠനെ കൊണ്ടുവരാം, ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ ഭരതൻ എങ്ങനെ വിളിക്കാൻ പോകുന്നു? കൂട്ടത്തിൽ അയോധ്യയിലെല്ലാം മന്ത്രിമാരുമുണ്ട്, വസിഷ്ഠനുണ്ട്, സുമന്ത്രരുണ്ട്, അങ്ങനെ മന്ത്രിമാർ പലരുമുണ്ട്. കാട്ടിൽ ചെല്ലുന്നു, രാമനെ കാണുന്നു, കാര്യങ്ങൾ സംസാരിച്ചിട്ട് അപ്പോൾ രാമൻ അറിയുന്നു അച്ഛൻ മരിച്ച വിവരമൊക്കെ അറിയുന്നത് അപ്പോഴാണല്ലോ. ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഭരതൻ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കില്ല, ജ്യേഷ്ഠൻ വരണം.
അച്ഛൻ്റെ വാക്കൊക്കെ ശരി, അത് കഴിഞ്ഞു, ഇനി ജ്യേഷ്ഠൻ തിരിച്ചു വരണം. അപ്പോൾ രാമൻ ഭരതനോട് കട്ടായം പറയുന്നു, ഞാൻ വരില്ല, ഞാൻ 14 വർഷത്തേക്ക് അച്ഛന് വാക്ക് കൊടുത്തതാണ്, ആ വാക്ക് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അത് ധർമ്മം. അപ്പം ഇതെല്ലാം കേട്ടിട്ട് പലരും പറയുന്നു, ഈ കൂട്ടത്തിൽ നമ്മുടെ ഇക്കാലത്തെ ഒരു നിരീശ്വരവാദി, ഞാൻ ക്ഷേത്രത്തിലായതുകൊണ്ട് ഇക്കാലത്ത് ഒരു നിരീശ്വരവാദിയുടെ പേര് പറയുന്നില്ല, ക്ഷേത്രത്തിന് പുറത്താണെങ്കിൽ ഞാൻ അവരുടെയൊക്കെ പേര് പറഞ്ഞേനെ കേട്ടോ, ഇവിടെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, ക്ഷേത്ര സങ്കേതമല്ലേ. അപ്പോൾ ജാബാലി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, നല്ല പണ്ഡിതനായിട്ടുള്ള മന്ത്രി, നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മന്ത്രിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പോലെ ഒന്നുമല്ല, നല്ല വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മന്ത്രിയാണ്. അപ്പോൾ ജാബാലി നല്ല നിരീശ്വരവാദിയാണ്, ഈശ്വരിലൊന്നും വിശ്വാസമില്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം രാമനോട് പറയുകയാണ്, രാമ, നിങ്ങൾക്കിത് വാൽമീകി രാമായണത്തിൽ വായിക്കാം, എഴുത്തച്ഛൻ്റെ രാമായണത്തിലും വായിക്കാം കേട്ടോ, അധ്യാത്മ രാമായണത്തിലും ഇതുണ്ട്. രാമ, ഈ നീ ഈ സിംഹാസനമൊക്കെ ഉപേക്ഷിച്ച് സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലിങ്ങനെ കഴിയുക, എന്നിട്ട് ധർമ്മത്തിന് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നത് ശുദ്ധ ബോഷ്കാണ്. എന്താണ് സത്യത്തിൽ അച്ഛന് കൊടുത്ത വാക്ക്? എന്താണ് അച്ഛൻ? എന്താണ് അമ്മ? മാതാവ് എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൽ? ഒരു സ്ത്രീ. അച്ഛനെന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുരുഷൻ. ഇവർ രണ്ടുപേരും അവരുടെ സുഖത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായ ഒരു മനുഷ്യനാണ് നീ. അതിനപ്പുറത്തേക്ക് അച്ഛൻ അമ്മ എന്നുള്ള വികാരമൊക്കെ മണ്ടത്തരമാണ് രാമ. സഹോദരൻ സഹോദരി എന്നൊക്കെ പറയുന്ന ആ കാര്യമുണ്ടല്ലോ, വെറും മണ്ടത്തരമാണ് നീ കാണിക്കുന്നത്, വെറും ശുദ്ധ വിവരക്കേടാണ്. നീ തിരിച്ചു വരിക, രാജ്യം ഭരിക്കുക, രാജ്യത്തിന്റെ സകല സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, രാമ നീ വരിക ഞങ്ങളുടെ കൂടെ എന്ന് ജാബാലി പറയുന്നുണ്ട്. അത് ഏത് ഭാഷയിലാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്? ആരായിരിക്കും പറയുക? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭാഷകളൊക്കെ ഏത് വിഭാഗക്കാർ ഉപയോഗിക്കുന്നു നിങ്ങളൊന്ന് സമീകരിച്ചാൽ മതി, ഞാനത് പറയുന്നില്ല. അപ്പൊ ഇപ്പോഴുള്ള ഈ ഭൗതികവാദികൾ അന്നും ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, അല്ല ഭരതനോട് പറയുന്നുണ്ട്, ഭരത, സത്യമാണ് എന്ന് തോന്നുന്ന അസത്യമാണ് ഇയാൾ പറയുന്നത്. നീ ഇത്തരം ആളുകളെ സൂക്ഷിക്കണം, അവരുടെ ഉപദേശം നീ കേൾക്കരുത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളുടെ ക്ഷേമവും നീ നോക്കാൻ ബാധ്യസ്ഥനാണ്. അവരെ കൊന്നുകളയണമെന്നല്ല, അവരുടെ കൈ വെട്ടണം, കാല് വെട്ടണം, തല വെട്ടണം എന്നൊന്നും രാമൻ പറയുന്നില്ല. ഈ ഇത്തരം ആളുകളുടെ ക്ഷേമവും നീ നോക്കണം. പക്ഷേ നീ അവർ പറയണത് കേൾക്കരുത്. അവർ പറയുന്നത് അസത്യമാണ്, അധർമ്മമാണ്. ഭരത നോക്കൂ, എല്ലാ ക്യാരക്ടറും ഉണ്ടെന്ന്, എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. 8 മണി വരെയാണോ? എല്ലാ ക്യാരക്ടേഴ്സും രാമായണത്തിൽ കാണാം. രാമൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ. അപ്പൊ ഞാൻ പറയുന്നത്, ശ്രീരാമന് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ബാലിവധം, ബാലിയെ കൊന്നത് ശരിയാണോ? ഉളിയമ്പയിൽ ഇതല്ലേ കൊന്നത്, അല്ലേ? ഉളിയമ്പ ഇത് കൊന്നു, അത് ധർമ്മയുദ്ധമാണോ എന്ന് ചോദിക്കുക. നോക്കൂ, ആരാണ് ബാലി? ബാലി എന്തായിരുന്നു ചെയ്തേ? ബാലിയുടെ എല്ലാ തെറ്റും പുറത്തിട്ടാണ് രാമനെ ആരോപിക്കുന്നത് കേട്ടോ. ബാലി എന്താ ചെയ്തത്? സ്വന്തം അനുജന്റെ ഭാര്യയെ ബലപ്രയോഗിച്ച് കൈപ്പിടിയിലാക്കി. രുമയെ, താരയുടെ സ്വന്തം ഭാര്യയോട് അനുവാദം ചോദിക്കാതെ, അല്ലെങ്കിൽ ആ ഭാര്യയുടെ സമ്മതം കൂടാതെ അനുജന്റെ ഭാര്യയെ ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തിയ ബാലിയോട് ഇവരൊക്കെ പുറത്തു. എന്നാൽ അനുജന് അവകാശപ്പെട്ട 1 ഇഞ്ച് ഭൂമി പോലും കൊടുക്കാതെ അനുജനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആ ബാലിയെ കൊന്ന രാമനോട് പൊറുക്കാൻ ഇവർക്ക് തയ്യാറല്ല. രാമനെ ഉളിയമ്പ് ചെയ്ത് കൊന്നു എന്നാണ്, ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നു എന്നാണ്. ആത്യന്തികമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ബാലി ആത്യന്തികമായി അധർമ്മമാണ് ആഗ്രഹിച്ചത്. സുഗ്രീവനെ കൊല്ലുക, കിഷ്കിന്ധയുടെ മുഴുവൻ അധിപതിയായിട്ട് മാറുക, സുഗ്രീവന്റെ ഭാര്യ സ്വന്തം ഭാര്യയാക്കി മാറ്റുക. രാമൻ ആത്യന്തികമായി ആഗ്രഹിച്ചത് എന്തായിരുന്നു? ധർമ്മമായിരുന്നു. ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുക, ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുക. ആ ധർമ്മത്തിന് വിഘാതമായി നിൽക്കുന്ന ബാലി,
ആ ബാലിയെ കൊല്ലി ആത്യന്തികമായി ധർമ്മത്തിന് വേണ്ടി നിന്നയാൾ. അതുകൊണ്ടാണ് പടനിലത്തിൽ രഥചക്രങ്ങൾ താഴ്ന്നു പോയപ്പോൾ, അല്ലയോ അർജുന, എന്റെ രഥചക്രം താഴ്ന്നിരിക്കുന്നു, നീ ഇപ്പോൾ അമ്പെയ്യരുത് എന്ന് പറഞ്ഞ കർണനോട് അർജുനൻ ദയ കാണിക്കാൻ മുതിരുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, അർജുന, അരുതർജുന, ഇവനിപ്പോൾ പറയുന്ന ധർമ്മം കാപട്യമാണ്. യുദ്ധത്തിൽ ശത്രു നിരായുധനായിരിക്കുമ്പോൾ അവനെതിരെ അസ്ത്രം പ്രയോഗിക്കരുത് എന്ന ന്യായേണയാണ് ഇവൻ എനിക്കെതിരെ അമ്പെയ്യരുത് എന്ന് അർജുന നിന്നോട് പറയുന്നത് ഈ കർണൻ. എന്നാൽ അർജുന, നിനക്ക് ഓർമ്മയില്ലേ, 16 വയസ്സ് പോലും തികയാത്ത നിന്റെ പുത്രൻ ഇതേ പടനിലത്തിൽ ഏകനായി നിന്ന് യുദ്ധം ചെയ്തപ്പോൾ അവനെ വളഞ്ഞ് ഈ പറയുന്ന കർണനും ദുര്യോധനനും ഈ പറയുന്ന കൃപരും ശല്യരും ഭീഷ്മരും ദ്രോണരും ഒക്കെ ചേർന്ന് വളഞ്ഞു നിന്ന് ആക്രമിച്ചപ്പോൾ എവിടെയായിരുന്നു കർണന്റെ ഈ ധർമ്മരോധനം? എവിടെയായിരുന്നു? അർജുന, നിനക്ക് ഓർമ്മയില്ലേ, നിന്റെ ധർമ്മപത്നി പാഞ്ചാലി ഏകവസ്ത്രധാരിയായി ഹസ്തിനപുരയിലെ സിംഹാസനത്തിൽ ആ അകത്തളത്ത് നിൽക്കുമ്പോൾ ഏത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാഞ്ചാലിയെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഈ അകത്തളത്തിൽ അപമാനിച്ചത് എന്ന് ചോദിക്കൂ അർജുന നീ കർണനോട്. ഇപ്പോൾ കർണൻ ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ഏത് സമയത്താണ് കർണൻ ധർമ്മം നിർവഹിച്ചിട്ടുള്ളത്? ഏത് സമയത്താണ്? ജീവിതത്തിൽ ധർമ്മം നിർവഹിച്ചിട്ടുണ്ടോ കർണൻ? ഞാൻ കർണന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതാണ് ഇവിടെ രാമൻ ചെയ്തത്. ആത്യന്തികമായി ധർമ്മം എന്നുള്ളതിന് വേണ്ടിയാണ് രാമൻ. ധർമ്മത്തിന്റെ വിജയം, ഇതാണ് രാമന്റെ ലക്ഷ്യം. അതുകൊണ്ട് രാമാവതാരത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ധർമ്മം, സനാതന ധർമ്മത്തിന്റെ മഹത്വം എന്താണ്, സനാതന ധർമ്മം എന്താണ്, അതിനെതിരെ വരുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ നേരിടണം. കാരണം രാമൻ ജീവിച്ചത് ഈ ധർമ്മത്തിന് വേണ്ടിയാണ്, ഈ സനാതന ധർമ്മത്തിന് വേണ്ടിയാണ്. സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ, സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികൾ, ശിഥിലശക്തികൾ കാലികമായി ആനുകാലികമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശക്തി പ്രാപിച്ചു വരുന്നു. അവർ ഈ സമൂഹത്തെ വിഘടിപ്പിക്കാൻ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അവർ ജാതിയെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. ജാതി പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാൻ, ഈ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ. ഈ ഹൈന്ദവ സംസ്കൃതി സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ്, എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. അതൊക്കെ പറയുന്നത് ആരാണെന്നറിയാം? വലിയ വലിയ സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകർ. സ്ത്രീ വിരുദ്ധമാണ്, സ്ത്രീക്ക് ആത്മാവില്ല, അതുകൊണ്ട് അവൾ പ്രസവിക്കുമ്പോൾ ആ പ്രസവ വേദന അനുഭവിക്കാൻ അവൾ ബാധ്യസ്ഥതയാണ് എന്ന് വിശ്വസിച്ച് സ്ത്രീയുടെ പ്രസവത്തിന് അനസ്തേഷ്യ കൊടുക്കരുത് എന്ന് 18-ാം നൂറ്റാണ്ട് വരെ പ്രഖ്യാപിച്ച ഒരു മതമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, യൂറോപ്പിൽ. കാരണം അവൾ കുറ്റം ചെയ്തവളാ. എന്താ കുറ്റം ചെയ്തത്? അവൾ ഏദൻ തോട്ടത്തിൽ കടന്ന് ആ പഴം ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ കഴിച്ചു. അതുകൊണ്ട് അവൾ കുറ്റം ചെയ്തവളാണ്. അവൾക്കുള്ള ശിക്ഷ എന്താണ്? അവൾക്കുള്ള ശിക്ഷ, അവൾ വേദനയെടുത്ത് പ്രസവിക്കണം. അതുകൊണ്ട് 18-ാം നൂറ്റാണ്ട് വരെ ആ മതം പ്രഖ്യാപിച്ചു, സ്ത്രീകൾക്ക് ആത്മാവില്ല, സ്ത്രീകളെ പുരുഷന്റെ വാരിയിൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കേട്ടോ ആത്മാവില്ലാത്തത്. പുരുഷന്റെ വാരിയിലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് സ്ത്രീക്ക് ആത്മാവില്ല, അവൾ വേദന എടുത്ത് തന്നെ പ്രസവിക്കണം, അവൾക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പാടില്ല. മറ്റൊരു മതമുണ്ട്. ആ മതം സ്ത്രീക്ക് പുരുഷനൊപ്പമുള്ള ഒരു സ്ഥാനവും ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. സ്ത്രീയുടെ ശരീരം, മുഖം പൊതുവഴിയിൽ കാണിക്കാൻ പാടില്ല. സ്ത്രീക്ക് പുരുഷനൊപ്പം എവിടെയും സ്ഥാനമില്ല. എന്തിന്? സമ്പത്തിൽ, സ്വത്തിൽ സ്ത്രീക്ക് പുരുഷനൊപ്പം സ്ഥാനമില്ല. സ്ത്രീ പുരുഷന്റെ ലൈംഗിക അടിമയാണ് എന്ന് പറയും. ഭാര്യയെ
അവൾ അനുസരിക്കുന്നത് വരെ ഭർത്താവിന് തല്ലാനുണ്ട്, അവകാശമുണ്ട് എന്ന് പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ട് ആ മതത്തിലെ സ്ത്രീകളെ കുറിച്ച് ഒരക്ഷരം പറയാൻ വാക്ക് പൊന്താത്ത, നാക്ക് പൊന്താത്ത സാംസ്കാരിക കാപട്ടികന്മാർ അരങ്ങ് വാഴുന്ന ഈ കാലത്ത് സ്ത്രീയും പുരുഷനും പാർവതി പരമേശ്വരന്മാരാണ് എന്ന് പറഞ്ഞ്, ഞാനിപ്പോൾ ഇവിടെ തൊട്ട് മുമ്പ് ദേവസ്വം ഓഫീസിൽ വന്നപ്പോൾ ദേവസ്വം ഓഫീസർമാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമലയും ഗുരുവായൂരും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമല്ല ഗുരുവായൂർ, പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്ന ദൈവങ്ങൾ ആരാന്നറിയാമോ? ആരാ? നിങ്ങൾക്കറിയോ? നിങ്ങളുടെ മലയാളപ്പുഴ ദേവിയാണ് ഒന്നാമത്. നിങ്ങൾക്കറിയോ? അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോട് ചോദിച്ചാൽ അറിയാം. ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുന്നത് സ്ത്രീ ദൈവങ്ങളാ. രണ്ടാമത് ചിട്ടിക്കുളങ്ങരയാ, മൂന്നാമത് ചോറ്റാനിക്കരയാ, നാലാമത് കൊടുങ്ങല്ലൂരാ. അമ്മ ദൈവങ്ങളാണ്, അമ്മ ദൈവങ്ങൾ. സ്ത്രീയെ ദേവതയായി സങ്കല്പിച്ച് പൂജിക്കുന്ന ഒരു സംസ്കാരം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ സനാതനധർമ്മമാണ്, മറ്റൊന്നുമല്ല. എന്നിട്ട് ആ ധർമ്മത്തിൽ കയറിയിട്ടാണ് സ്ത്രീ അവകാശമില്ല, സ്ത്രീ വിരുദ്ധതയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നത്. അത് കേട്ട് കൈയടിക്കാൻ നമ്മുടെ തന്നെ ആൾക്കാരും. ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇത്തരം വിഘടനവാദം, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾ സമൂഹത്തിൽ വളർന്നു വരികയാണ്. ഇതെങ്ങനെയാണ് തീർക്കുക? ക്ഷേത്രങ്ങൾക്ക് സംഭവിക്കുന്ന അപച്യുതി ഒരു ഭാഗത്ത്, അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വർണമാണോ തങ്കമാണോ എന്നറിയാതെ അതൊക്കെ പോകുന്നു. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ചേട്ടാ സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞു, ആണ്, സ്വർണം പോയി. അല്ല ചേട്ടാ, തങ്കമാണ് പോയത് എന്നാണ്. തങ്കമായാലും കനകമായാലും ക്ഷേത്രത്തിൻ്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്ന ഒരാൾ, അദ്ദേഹം TV ചാനലിൽ വന്നിട്ട് പറഞ്ഞു, 75 വർഷം കൊണ്ട് നമ്മുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ 1 ലക്ഷം ഏക്കർ ഭൂമി പോയി എന്നാണ്. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നു. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമികൾ ആരാണതിന് ഉത്തരവാദി? ദേവസ്വം ബോർഡ് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ആണോ? ക്ഷേത്രത്തിലെ ഇപ്പോൾ ഇവിടെ ഈ ആറന്മുളയിൽ ഈ അമ്പലത്തിൽ ഈ 4 അമ്പലത്തിനേക്ക് ഒരാൾ ഷർട്ട് ധരിച്ച് കയറിയാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചോദ്യം ചെയ്യും, ഇല്ലേ? ചെയ്യില്ലേ? ഉരുള ഷർട്ട് എന്ന് പറയുമോ? എല്ലാവരും എഴുന്നിട്ട് ഷട്ടൂർ ഷട്ടൂർ എവിടേക്ക് കയറി പോണേ? ഷട്ടൂർ ചെരുപ്പിട്ട് കയറിയാൽ പറയും വേണ്ട, ഒരു അടിയും വെച്ച് കൊടുക്കും. ആറന്മുളയപ്പൻ്റെ തിരുവാഭരണം കൊണ്ടുപോകുന്നത് കണ്ടാൽ നമ്മൾ ആരെങ്കിലും അനങ്ങുമോ? കണ്ടാൽ, ഒരു കിണ്ടി കൊണ്ടുപോകുന്നത് കണ്ടാൽ, ഒരു ഉരുളി പോണത് കണ്ടാൽ ചോദിക്കുമോ നമ്മൾ? ആറന്മുളയപ്പൻ്റെ തിരുമുമ്പിൽ ഒരാൾ ഷർട്ട് ധരിച്ച്, ആചാരാനുഷ്ഠാനം വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്, അതിനോട് കാണിക്കുന്ന ആ ഒരു ഗൗരവം ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് നശിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സമൂഹം അനങ്ങാതിരിക്കുന്നത്? ഹിന്ദുക്കൾക്ക് അതിനൊരു കടമയില്ലേ? ഉത്തരവാദിത്വം ഇല്ലേ? വിശ്വാസികൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ക്ഷേത്ര സമ്പത്ത്, സ്വത്ത് സംരക്ഷിക്കാൻ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഭരണകൂടവും നമ്മുടെ രക്ഷയ്ക്ക് വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നാം തെരുവിൽ നമ്മുടെ ശക്തി കാണിക്കാതെ, എപ്പോൾ തെരുവിൽ ശക്തി കാണിച്ചോ അപ്പോൾ അതിൻ്റെ പരിഹാരം ഉണ്ടായി. ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വിഷയം വന്നപ്പോൾ എങ്ങനെ പരിഹാരം ഉണ്ടായി? തെരുവിൽ നമ്മൾ ശക്തി കാണിച്ചു. അത് ആചാരവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് തെരുവിൽ ആ ശക്തി കാണിക്കാൻ പറ്റാത്തത് എന്താ? അതാരെങ്കിലും കൊണ്ടുപോകട്ടെ എന്ന്. അതാരെങ്കിലും കൊണ്ടുപോട്ടെ. ഭഗവാനെ നിന്നെ നീ തന്നെ കാത്തോളണേ എന്നാണ്. നിന്നെ നീ തന്നെ കാത്തോളണേ എന്നാണ്. അപ്പൊ നമ്മുടെ പണിയോ? നമ്മുടെ പണി എന്താ? രഘുവംശം എഴുതിക്കൊണ്ട് കാളിദാസൻ മനോഹരമായ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതിലൂടെ അദ്ദേഹം അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഭൂമിദേവി ഈ രാവണൻ്റെ അധർമ്മം സഹിക്കവയ്യാതെ, അക്രമം സഹിക്കവയ്യാതെ ഭൂമിദേവിയോടൊപ്പം ദേവന്മാരും എല്ലാവരും പോയിട്ട് ബ്രഹ്മാവിനെ കണ്ട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ്, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല, നമുക്ക് എല്ലാം കൂടി വിഷ്ണുവിനെ പോയി കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി
ദേവേന്ദ്രൻ അടക്കം എല്ലാവരും പോയിട്ട് വിഷ്ണുവിനെ കണ്ട് സങ്കടം ഉണർത്തിക്കുകയാണ്. ഇയാളെ കൊണ്ടൊരു ശല്യമാണ്, ഒരാൾക്കും കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല, ഒരാളെ കൊണ്ടും പറ്റുന്നില്ല, അതുകൊണ്ട് അങ്ങ് തന്നെ ഒരു പോംവഴി കാണിക്കണം. അപ്പോൾ വിഷ്ണു പറയുന്നതായിട്ട് രഘുവംശത്തിൽ കാളിദാസൻ എഴുതിയിട്ടുണ്ട്. വിഷ്ണു പറയുകയാണ് എല്ലാവരും നോക്കിയിട്ട്, ഞാനൊരു കാര്യം പറയാം. എന്താണ്? അഹം ദാശരഥിർ ഭൂത്വ, ഞാൻ ദശരഥന്റെ പുത്രനായിട്ട് ജനിക്കാം, ദാശരഥിയായിട്ട് ജനിക്കാം. ഹനിഷ്യാമി ദശാനനം എന്നുവെച്ചാ രാവണനെ കൊല്ലാം. സന്തോഷായി. ഇത് ആ പുള്ളിക്കാരൻ നിങ്ങൾ ചെയ്തോളൂ, ഇനി നമുക്ക് കണ്ടു നിന്നാൽ മതി. നമ്മളെല്ലായിടത്തും ചെയ്യുന്ന അങ്ങനെയാണല്ലോ, ഗാലറിയിൽ ഇരുന്ന് കാണുക എന്നുള്ള കാഴ്ചയാണ്. ആരെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം, ചെയ്യുന്നവരെ കണ്ട് കൊള്ളാം. പക്ഷെ വിഷ്ണു വിട്ടില്ല. അത് നമ്മൾ വിചാരിക്കുന്ന ആളല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ വന്ന ആളുകളോടൊക്കെ പറഞ്ഞു, നല്ല കടുക്കനും മോതിരവും നല്ല വജ്രമോതിരവും രണ്ട് കൈയിലും ഇവിടം വരെ വളയും മറ്റേ കടുക്കാ മോതിരം ഒക്കെ ഇട്ട് വന്നേക്കണം. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള ദേവന്മാരും ഒക്കെ ഉണ്ട് അതിനകത്ത്, ഋഷിമാരുണ്ട്, സന്യാസിമാരൊക്കെ. അവരോട് പറഞ്ഞേ, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ജായേരൻ മമ സാഹായം കർത്തൃം വാനരമിച്ഛതി. എന്താ? നിങ്ങൾ എന്നെ സഹായിക്കാനായിട്ട് ജനിക്കണം. ആരായിട്ട് ജനിക്കണം? ആരായിട്ട് ജനിക്കണം എന്നാ? വാനരന്മാരായിട്ട് ജനിക്കണം. അപ്പൊ വിഷ്ണു എന്താ പറഞ്ഞേ? ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യാൻ പോണത്, നിങ്ങൾ കൂടി വേണം എന്നാണ്. ഈ രാമാവതാരത്തിന്റെ സമയത്ത് രാമൻ ജനിക്കാൻ സമയത്ത് അതിൻ്റെ ഉപാധിയായിട്ട് രാമൻ പറഞ്ഞത്, വിഷ്ണു പറഞ്ഞത് എന്താണ്? നമുക്കെല്ലാവർക്കും ചുമതലയുണ്ട് എന്നാണ്. അവിടെ വാനരന്മാരായിട്ടാണ് ചെയ്തത്. ഇവിടെ നമുക്ക് വാനരന്മാരായിട്ട് മാറേണ്ട, മനുഷ്യരായിട്ടെങ്കിലും ഈ ക്ഷേത്രങ്ങളുടെ സമ്പത്ത്, ഈ സംസ്കാരത്തിൻ്റെ സമ്പത്ത്, ഈ സംസ്കാരത്തിൻ്റെ മഹത്വത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കണ്ടേ? ഈ മുത്തുമണികൾ, ഈ പവിഴമുത്തുകൾ, ഈ വിലമതിക്കാനാവാത്ത ഖനി അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? അതിന് നമ്മുടെ തലമുറയെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. അവരിലേക്ക് ഈ സംസ്കാരത്തിൻ്റെ മഹത്വം പകർന്നു കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇത്തരം സദസ്സുകളൊക്കെ വരുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത്തരം സദസ്സുകളൊക്കെ വരുമ്പോൾ ദയവേത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൂടി അതിൽ പങ്കെടുപ്പിക്കണം. അവരെ കൊണ്ടുവരണം. അമ്മമാരും മക്കളോട് പറയണം, അയ്യോ എൻ്റെ മോൻ വിഷ്ണു സഹസ്രനാമം കാണാതെ ചൊല്ലും, എൻ്റെ മോള് ലളിത സഹസ്രനാമം കാണാതെ ചൊല്ലും, ഗീത പറയേ വേണ്ട 18 അധ്യായങ്ങളും കാണാതെ ചൊല്ലും എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. അതിൻ്റെ തത്വമറിഞ്ഞ് നമുക്ക് പഠിക്കാൻ സാധിക്കണം. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ മഹത്വം എന്താണ്? അതിലൂടെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം, അതിൽ അഭിമാനം ഉണ്ടാവണം. അപ്പൊ ഹിന്ദുവാണ് എന്ന അഭിമാനമുള്ള ഒരു ജനത ഉണ്ടാവണം. ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന സനാതന ധർമ്മികളാണ് എന്ന അഭിമാനമുള്ള ജനതയായിട്ട് മാറുമ്പോഴേ നമുക്ക് നമ്മുടെ ധർമ്മത്തിനെതിരെ വരുന്ന ഓരോ കാര്യങ്ങളെയും സംബന്ധിച്ച് ചോദ്യം ചെയ്യാനാവുള്ളൂ. അങ്ങനെ അഭിമാനമുള്ളവരാവണം. വിവേകാനന്ദൻ യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഒരു കപ്പൽ യാത്രയാണ് നടത്തിയത്. കപ്പലിൽ വെച്ച് ഒരു യൂറോപ്യൻ, വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം, യൂറോപ്യൻ ഭാരതത്തെ ഇങ്ങനെ നിരന്തരം അപഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് വിവേകാനന്ദൻ സന്യാസിയാണ്. ഇയാളുടെ മുമ്പിൽ വെച്ച് എന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം ധരിച്ചത്. ആ യൂറോപ്യൻ, ബ്രിട്ടീഷുകാരൻ ധരിച്ചത്, വെള്ളക്കാരൻ ധരിച്ചത്. കുറേ കഴിഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ ആ തേജസ്സുറ്റ ഭാവം കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം രൗദ്രം കൊണ്ട് ചുവന്നു. ഈ യൂറോപ്യൻ്റെ, ഈ ബ്രിട്ടീഷുകാരൻ്റെ ഷർട്ടിന് കുത്തി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരക്ഷരം എൻ്റെ നാടിനെതിരെ പറഞ്ഞാൽ ഈ അലയടിക്കുന്ന കടലിലേക്ക് നിന്നെ ഞാൻ എടുത്തെറിയും. വിവേകാനന്ദൻ്റെ ഭാവം കണ്ടപ്പോൾ ഇയാൾ പേടിച്ചുപോയി, ഈ മനുഷ്യൻ ചിലപ്പോൾ എന്നെ എടുത്തെറിഞ്ഞു കളയും. പിന്നെ അദ്ദേഹം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സ്വാമി വിവേകാനന്ദന് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ സാർ? കുത്തിന് പിടിക്കണ്ട, ഒരക്ഷരമെങ്കിലും പ്രതികരിക്കണ്ടേ?
പ്രതികരണമുള്ള ഹൈന്ദവ സമൂഹം ഉയർന്നു വന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടും, നമ്മുടെ ധർമ്മം നഷ്ടപ്പെടും, നമ്മുടെ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ പൈതൃകം നഷ്ടപ്പെടും, നമുക്കുള്ള എല്ലാ സമ്പത്തും നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഈ രാമാവതാര സമയത്ത്, ഈ കളഭച്ചാർത്തിന്റെ ഈ ദിവ്യ മുഹൂർത്തത്തിൽ നാം മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിന് അവസരം തന്ന എൻ്റെ ഭാര്യയോടൊപ്പമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗീത ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഈ അറന്മുളയപ്പനെ കാണാനും പാർത്ഥസാരഥിയുടെ മുമ്പിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കാനും കിട്ടിയ അവസരത്തിൽ ജഗദീശ്വരനോടുള്ള എൻ്റെ അഗൈതവുമായ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.